ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ഒരു ചെറുപ്പക്കാരൻ സവസിക്കുകയാണ്. സ്വഹിബ റജുലുൻ ബിഈസ ഇബ്നു മറിയം ഫന്തലഖാ ഫന്തഹയാ ഇലാ ശത്രി നഹരിൻ. രണ്ടുപേരും നടന്നുകൊണ്ട് ഒരു നദിയുടെ തീരത്തേക്ക് എത്തുകയാണ്. രണ്ടുപേരുടെയും കൈകളിൽ ആകെയുള്ളത് കഴിക്കാൻ 3 റൊട്ടി കഷ്ണം മാത്രമാണ്. രണ്ടുപേരും യാത്രയാണ്. ഒരു ചെറുപ്പക്കാരൻ നന്നാവാൻ വേണ്ടി കൂടിയതാണ്. നന്നാവണമെന്നുള്ള ലക്ഷ്യത്തിൽ കൂടി അങ്ങനെ നടന്ന് ഒരു നദിയുടെ തീരത്തെത്തി. രണ്ടുപേരുടെയും കൈകളിലുള്ള 3 റൊട്ടിയിൽ നിന്ന് 2 റൊട്ടി എടുത്ത് ഓരോന്ന് കഴിച്ചു. രണ്ടുപേരും കഴിച്ചു. ഒരെണ്ണം മിച്ചമില്ലേ? ഒരെണ്ണം മിച്ചമായി. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേറ്റു. തൊട്ടടുത്തുള്ള നദിയുടെ തീരത്തേക്ക് ചെന്നു. വായൊന്ന് കുപ്പിടിച്ചു, മുഖമൊന്ന് കഴുകി തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്കും മിച്ചമുള്ള റൊട്ടി ഇവിടെ കാണുന്നില്ല. പറഞ്ഞ അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോയത്. ഈ ഹൈവാനെ ഏൽപ്പിച്ചിട്ടാ പോയത്. തിരിച്ചു വന്നപ്പോൾ അത് കാണുന്നില്ല. സംഭവം എവിടെ പോയി കാണും? അറിയാമോ എവിടെ പോയി കാണും? പലരും ചിരിക്കുക. എന്താ സംഭവം? അവൻ കഴിച്ചിട്ടുണ്ട്. സെക്കൻഡിനുള്ളിൽ അവൻ കഴിച്ചു. അതാ സംഭവം. അതായത് പാരെടുത്തോണ്ട് മരുഭൂമിയിലാണ് രണ്ടുപേരും ഉള്ളത്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ത് ചെയ്തു? അവരോട് ചോദിച്ചു, ഐന റഗീഫത്തുൽ ബാഖിയ, ഇവിടെ ഉണ്ടായിരുന്ന മിച്ചം ഉണ്ടായിരുന്ന റൊട്ടി എവിടെ? അവൻ പറഞ്ഞു, ലാദിരി, റൊട്ടിയുടെ കാര്യമൊന്നും നമുക്കറിയില്ല. നമുക്കറിയാം, റമളാനില് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ എന്തൊക്കെ ഉണ്ടാവും? സമൂസ ഉണ്ടാവും, ചിലപ്പോൾ ഒരു കട്ട്ലേറ്റ് ഉണ്ടാവും, തണ്ണിമത്തന്റെ ഒരു പീസ് ഉണ്ടാവും, അതുപോലെ വെള്ളം ഉണ്ടാവും, ചായ ഉണ്ടാവും. ചില പള്ളികളിൽ കഞ്ഞിയും കൂടി ആ സമയത്ത് തന്നെ കൊടുക്കും. ഇവിടെ അങ്ങനെയാണോ? ഇല്ല, അത് ശേഷം. ഇങ്ങനെ പല ഐറ്റംസുകൾ ഉണ്ടാവും. പക്ഷെ ബാങ്ക് വിളിച്ചു തീരുന്നതിനിടയിൽ സംഭവം ഇതെല്ലാം തീർത്തിട്ട് 2 സഫി ആൾ വന്നിട്ടുണ്ട് അല്ലേ? എന്നതുപോലെ സെക്കൻഡിനുള്ളിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ട് വാവ് വിളിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവിടെ ഹുബൂസ് കാണുന്നില്ല. സംഭവം അതിനുള്ളിൽ തന്നെ ഇവനെ അടിച്ചു മാറ്റി കഴിച്ച്. വിശപ്പുകൊണ്ടാണ്. ഇവൻ പറഞ്ഞാൽ മതി, ഞാനാ കഴിച്ചതെന്ന് പറഞ്ഞാൽ മതി, കളവ് പറയേണ്ട ആവശ്യമില്ല. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോടല്ലേ നന്നാവാൻ വന്നിട്ട് ഇവൻ കളവ് പറഞ്ഞപ്പോ ഈസാ നബിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇവൻ ദുനിയാവിന്റെ ഒരു വിഷയത്തിനാണല്ലോ ഈ കളവ് പറയുന്നത്, ഫുഡിന്റെ കാര്യത്തിനാണല്ലോ ഈ കളവ്. ഇതിന് അനാവശ്യമായി കളവ് പറയുന്നത്. ഓക്കെ, ബാ നടക്ക് എന്ന് പറഞ്ഞ് അവനെയും കൂട്ടി നടന്നത് ആ വലിയ ജലാശയത്തിന്റെ കുറുകെയാണ് നടക്കുന്നത്. ഒരു പാറക്കെട്ടിന്റെ പുറത്ത് നടക്കുന്നത് പോലെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവനുമായിട്ട് അതിന്റെ മുകളിലൂടെ നടക്കുകയാണ്. വെള്ളമാണ്, വെള്ളത്തിന്റെ പുറകെ അതിന്റെ മീതെ നടക്കേണ്ട. ഒരു കപ്പലില്ല, ഒരു ബോട്ടില്ല, ഒരു മരപ്പലകയുടെ സഹായം പോലും ഇല്ലാതെ അപ്പുറത്തെത്തി. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവനോട് ചോദിച്ചു, അസ്അലുക ബില്ലദി അറാക ഹാദിഹിൽ ആയ ഐന റഗീഫത്തുൽ ബാഖിയ. ഈ വലിയ ദൃഷ്ടാന്തത്തെ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഇതൊരു ദൃഷ്ടാന്തമാണ്. കാരണം ഈ വലിയ ജലാശയത്തിന്റെ കുറുകെ ഒരു മരപ്പലകയുടെ സഹായം പോലുമില്ലാതെ വെള്ളത്തിന്റെ മീതെ പാറക്കെട്ടിന്റെ മുകളിലൂടെ നടക്കുന്നത് പോലെ നിന്നെയും കൊണ്ട് ഞാൻ ഇവിടെ നടന്നെത്തി. ഈ വലിയ ദൃഷ്ടാന്തത്തെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഐന റഗീഫത്തുൽ ബാഖിയ, മിച്ചമുള്ള റൊട്ടി എവിടെ മോനെ? അതാണ് വിഷയം. റൊട്ടി എവിടെ? അവനെ കൊണ്ട് സത്യം പറയിക്കണം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കവനെ പറയുകയാണ്, ലാ അദ്രി. റൊട്ടിയുടെ കാര്യമാണെങ്കിൽ എനിക്കറിയില്ല, അറിയില്ല. സത്യം പറയുന്നില്ല. വലിയ ദൃഷ്ടാന്തം കാണിച്ചു. അവനുമായി വീണ്ടും നടന്ന് ഘോര വനാന്തരത്തിനുള്ളിലേക്ക് കയറി. അവിടെ ഒരു മാൻപേട ഓടി തത്തിക്കളിക്കുന്നു. മാൻപേടയെ അടുത്തേക്ക് വിളിച്ചു, സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഉറക്കെ പറയണം, ഈസാ അലൈഹിസ്സലാം. ആള് നിസാരക്കാരനല്ല, ഈസാ നബി എന്ന് പറയുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസാരക്കാരനല്ല. وأبرئ الأكمه والأبرص بإذن الله وأحيي الموتى بإذن الله.
ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടി വരുകയാണ്. ഇസ്രായേലി ജനത ഓടി വരുകയാണ്. വന്നുകൊണ്ട് പറയുകയാണ്, ഈസാ നബിയേ, ഞങ്ങളിൽ പലർക്കും ഇതാ പ്രയാസം വന്നിരിക്കുകയാണ്, വൈറസ് ബാധകൾ വന്നിരിക്കുകയാണ്. ശരീരത്തിൽ പലർക്കും കുഷ്ഠരോഗം ബാധിച്ചിട്ടുണ്ട്, പാണ്ട് ബാധിച്ചവരുണ്ട്, പ്രയാസം അനുഭവിക്കുകയാണ്. ഒന്ന് ശമനം വരുത്താൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയവേ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തോട് പറയുകയാണ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ഓരോരുത്തരുമായി കടന്നു വന്ന് 70,000 ആളുകൾ ഈ പ്രവിശാലമാക്കപ്പെട്ട ഗ്രാമത്തിനുള്ളിലേക്ക് കടക്കണേ. ഓരോരുത്തരും ഗ്രൗണ്ടിൽ വന്ന് തമ്പടിക്ക് 70,000 ആളുകൾ വീതം വേണം തമ്പടിക്കാൻ. 70,000 അങ്ങനെ ഓരോ ഗ്രാമത്തിൽ അതത് ഗ്രാമത്തിൽ വന്ന് തമ്പടിച്ചാൽ മതി. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയേണ്ട താമസം ജനങ്ങൾ മുഴുവനും അതേ നിലകൊള്ളുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുകയാണ്. 70,000 ആളുകളുടെ മുന്നിലേക്ക് ചെന്നുകൊണ്ട് പറയുകയാണ്, യാ ഹയ്യോ യാ ഖയ്യൂം ലാ മറല്ലാ ലാ മറല്ലാ യാ ഹയ്യോ യാ ഖയ്യൂം ലാ മറല്ലാ ലാ മറല്ലാ യാ ഹയ്യോ യാ ഖയ്യൂം ലാ മറല്ലാ ലാ മറല്ലാ. ഹയ്യും ഖയ്യൂമാകുന്ന പടച്ചറബിന്റെ വേണ്ടുകയോടുകൂടി നിങ്ങൾക്ക് രോഗം വേണ്ട കേട്ടോ, രോഗം വേണ്ട കേട്ടോ, രോഗം വേണ്ട കേട്ടോ എന്ന് 3 പ്രാവശ്യം പറയേണ്ട താമസം 70,000-ലധികമുള്ള ആളുകളുടെ മുഴുവൻ പേരുടെയും കുഷ്ഠരോഗവും മാറാവ്യാധിയും സെക്കൻഡ് കൊണ്ട് നീങ്ങിയെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു. ചിന്തിക്കും സഹോദരങ്ങളെ, സെക്കൻഡിനുള്ളിൽ 3 പ്രാവശ്യം പറച്ചിലുള്ളൂ, യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം ലാ മറല്ലാ ലാ മറല്ലാ ലാ മറല്ലാ. എന്നിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവാ, സമയമില്ല, അടുത്ത സ്ഥലത്തോട്ട് പോവാ. അടുത്ത സ്ഥലത്തെത്തി അവിടെ നിൽപ്പുണ്ട് 70,000 ആളുകൾ. അവരോട് പറയാം, നിപ്പ വൈറസ് അല്ല, എന്ത് വൈറസ് ആയാലും സംഭവം സെക്കൻഡ് കണ്ടു. അതാണ് ആര്? സയ്യിദുന ഈസാ. സാധാരണ വ്യക്തിയല്ല, അതുകൊണ്ട് ഉറക്കം പറഞ്ഞു സയ്യിദുന ഈസാ. ചെറിയ വ്യക്തിയല്ല, അതുകൊണ്ട് തന്നെ നന്നാവാൻ ഇവിടെ ഒരുത്തം കൂടിയിരിക്കുന്നത്. പക്ഷെ അവൻ കളവ് പറഞ്ഞു കൂടിയിരിക്കുക. റൊട്ടിയുടെ വിഷയത്തിൽ കളവ് പറഞ്ഞിരിക്കുക, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. റൊട്ടി കാണുന്നില്ല. അവരോട് ചോദിച്ചു, റൊട്ടി എവിടെ? എനിക്കറിയില്ല. വളരെ ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ. ഇതിന്റെ എൻഡിങ് ആണ് ഏറ്റവും രസാവഹം. വളരെ ശ്രദ്ധിക്കണം. എന്താണ് ഈ ദുന്യാവ് എന്നുള്ളത് ഈ ഒറ്റ ചരിത്രത്തിലൂടെ തന്നെ മനസ്സിലാക്കുക. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവനുമായിട്ട് വീണ്ടും നടന്നു. വരാന്തരത്തിനുള്ളിൽ തത്തിക്കളിക്കുന്നതാകുന്ന മാൻപേടെ അടുത്തേക്ക് വിളിച്ചു. മാൻപേടെ ചാരത്ത് വന്നു. ആ മാൻപേടയെ കിബിലയ്ക്ക് അഭിമുഖമായി ചെരിച്ചു കിടത്തി വലത് കൈ കൊണ്ട് കയ്യിലിരുന്നതാകുന്ന കത്തി കൊണ്ട് ബിസ്മി ചൊല്ലി ആ മാൻപേടയെ അറുത്തു സയ്യിദുന ഈസാ അലൈഹിസ്സലാം. മാൻപേടയെ തോലുരിച്ചു, അതിനെ നല്ലതുപോലെ വേവിച്ചു, നല്ലതുപോലെ ചുട്ടെടുത്തു. രണ്ടുപേരും കൂടി ഭുജിച്ചു, കഴിച്ചു. ശിഷ്ടം വന്നതാകുന്ന എല്ലുകളെ മുഴുവനും ചേർത്ത് വെച്ചിട്ട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹുവിന്റെ വേണ്ടുകയോടുകൂടി നീ എഴുന്നേൽക്കണേ എന്ന് പറയുകയാണ്. പറയേണ്ട താമസം സെക്കൻഡുകൾക്കുള്ളിൽ ആ എല്ലുകളിലേക്ക് മാംസങ്ങൾ വന്ന് ചേർന്നു, അതിലേക്ക് ചർമ്മങ്ങൾ വന്ന് പൊതിഞ്ഞു. മനോഹരമായ മാൻപേടയായി, പഴയ രൂപത്തിലും ഭാവത്തിലും കോലത്തിലുള്ള മാൻപേടയായി വനാന്തരത്തിനുള്ളിലേക്ക് ചാടി ചാടി തത്തിക്കളിച്ചുകൊണ്ട് മാൻപേട പോകവേ ഇത് നോക്കി നിൽക്കുന്നതാകുന്ന ആശ്ചര്യത്തോടുകൂടി നോക്കി നിൽക്കുന്ന ചെറുപ്പക്കാരനോട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അപ്പോഴും ചോദിച്ചു, അസ്അലുക ബില്ലദി അറാക ഹാദിഹിൽ ആയ ഐന റഗീഫത്തുൽ ബാഖിയ. നുരുമ്പിപ്പോയതാകുന്ന മാൻപേടയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് പഴയ രൂപത്തിലേക്കും ഭാവത്തിലേക്കും കോലത്തിലേക്കും അതിന്റെ മജ്ജയും മാംസവും എല്ലുകളും കൊണ്ടുവന്നുമെന്ന് മാത്രമല്ല, മനോഹരമായതിന്റെ ചർമ്മങ്ങൾ പൊതിഞ്ഞ് അതിലേക്ക് ആത്മാവ് ഊതിയിട്ട് അതിനെ ഇതാ തിരിച്ച് വനാന്തരത്തിനുള്ളിലേക്ക് നടത്തിച്ചതാകുന്ന പടച്ചറബിന്റെ വേണ്ടുകയോടുകൂടിയുള്ള ഈ കഴിവിനെ മുൻനിർത്തി നിന്നോട് ഞാൻ ചോദിക്കുന്നു, ഐന റഗീഫത്തുൽ ബാഖിയ, മോനെ ആ റൊട്ടി എവിടെ? നദിയുടെ കരയിൽ വെച്ച് ബാക്കിയുണ്ടായിരുന്ന റൊട്ടി കഷ്ണം എവിടെ? അവനെ കൊണ്ട് സത്യം പറയിക്കണം. അപ്പോഴും അവൻ പറഞ്ഞു, ലാതിരി, എനിക്കറിയില്ല. ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഈസാ നബിക്ക് അല്ലാഹു കൊടുത്തൊരു കഴിവാണത്. വഹീൽ മൗതാ ബിഇദ്നില്ലാഹ്, മരിച്ചവരെ ജീവിപ്പിക്കുമായിരുന്നു സയ്യിദുനാ ഈസാ.
അലൈഹിസ്സലാം. ഖുർആനാണത് കേട്ടോ. മരുഭൂമിയിലെ മണ്ണ് കൂടി ഒരു മൺകൂനയാക്കി കൂട്ടാൻ പറയാം. കുറച്ച് നീ കൂട്ടിയിടാൻ പറഞ്ഞു. എന്തിനാണ്? കൂട്ട് നിനക്ക് ഉപയോഗപ്പെടുമെന്ന് പറഞ്ഞു. അവസാനം ഇവൻ കുറച്ച് മണ്ണ് കൂട്ടിയിട്ടു. ഈസാ നബി അലൈഹിസ്സലാം ആ മൺകൂനയുടെ ചാരത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു, കുൻ ദഹബൻ ബിഇദ്നില്ലാഹ്, നീ എത്രയും പെട്ടെന്ന് അള്ളാഹുവിന്റെ വേണ്ടുകയോടുകൂടി സ്വർണ്ണമാകണേ എന്ന് പറഞ്ഞു. പറഞ്ഞു തീരേണ്ട താമസം സെക്കൻഡിനുള്ളിൽ അത് മുഴുവനും സ്വർണ്ണമായി മാറുകയാണ്. സെക്കൻഡിനുള്ളിൽ സ്വർണ്ണമായി മാറി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോൾ പറഞ്ഞു, സുലുസുൻ ലി വസുലുസുൻ ലക വസുലുസുൻ ലിമൻ അഖദ റഗീഫത്തൽ ബാഖിയ. വളരെ ശ്രദ്ധിക്കണേ. ഈ മൺകൂന മുഴുവനും സ്വർണത്തിന്റെ കൂനയായി മാറി നിൽക്കവേ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇതിന്റെ 1/3 ഭാഗം എനിക്കാൻ, 1/3 നിനക്ക് ഞാൻ തരും, സ്വർണമാണ്. ബാക്കി 3 ഉണ്ട്, അത് ആരാണ് റൊട്ടിയെടുത്തത് അവനുള്ളതാണ്. മിച്ചമുള്ള 1/3 ഭാഗം ആരാണ് റൊട്ടിയെടുത്തത് അവനാണ് എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയവേ അവൻ പറഞ്ഞു, അന അഖദതു റഗീഫത്തൽ ബാഖിയ. മിച്ചമുള്ള റൊട്ടിയുടെ ആളെയാണോ നിങ്ങൾ ഈ അന്വേഷിക്കുന്നത്? ഒച്ചത്തി ചോദിക്കണ്ടേ? ഞാനാണ്. എത്ര നേരം കൊണ്ട് പറയും? അതാണ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തന്നെയാണത്. ഇല്ല, റൊട്ടിയുടെ കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ തന്നെയാണ്. ആ റൊട്ടി എടുത്തത് ഞാനാണ് എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടി? സ്വർണം ആ ഒരു മുതലോടി കിട്ടുമെന്ന് കണ്ടപ്പോൾ, ദുന്യാവ് കിട്ടുമെന്ന് കണ്ടപ്പോൾ. ഇതിനു മുമ്പ് എത്ര ദൃഷ്ടാന്തം ഇവിടെ കാണിച്ചു കൊടുത്തു. പ്രവിശാലമാക്കപ്പെട്ടതാകുന്ന ജലാശയത്തിന്റെ കുറുകെ നടന്നു കാണിച്ചു. കാലിന്റെ കാൽപാദത്തിന്റെ അടിഭാഗത്ത് പോലും ഒരൽപ്പം നനവ് പോലും വരാത്ത രീതിയിൽ നടന്ന് കാണിച്ചു കൊടുത്തിട്ട് പോലും ആ ദൃഷ്ടാന്തത്തെ മുഖവിലേക്കെടുക്കാത്തതാകുന്ന ചെറുപ്പക്കാരൻ ഒരുമ്പിപ്പോയ എല്ലുകളിൽ നിന്ന് തിരിച്ചതിന്റെ മാനപ്പേരയുടെ രൂപത്തിലേക്കും ഭാവത്തിലേക്കും കോലത്തിലേക്കും വരുത്തി കാണിച്ചു കൊടുത്തിട്ട് പോലും അതിനെയൊന്നും മുഖവിലേക്കെടുക്കാത്ത ചെറുപ്പക്കാരൻ 3/2 ഭാഗം കൂടി സ്വർണം കിട്ടുമെന്ന് മനസ്സിലാക്കിയപ്പോൾ അവന് പറഞ്ഞു പത്രേ, മിച്ചമുള്ള റൊട്ടിയെടുത്തത് ഞാനാണ്, അതുകൂടി എനിക്ക് വേണം, ആ ഓഹരി എനിക്ക് വേണം. ഈസാ നബി പറഞ്ഞു, കുല്ലു ഹാലക്ക്, എന്റെ ഓഹരി കൂടി നിനക്ക് തരാൻ, നീ മുഴുവനും കൊണ്ടുപോയിക്കോ, നിനക്ക് ദുനിയാവല്ലേ ആവശ്യം, ഇതാ മൊത്തവും നിനക്ക് തന്നിരിക്കുന്നു. നീ എവിടം വരെ പോകുന്ന കാണണം. കൊണ്ടും സ്വർണം മുഴുവൻ കൊടുത്തു. ചാക്ക് കെട്ടിലാക്കി. ഈസാ നബി ഒഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. മുലിയാർ അങ്ങനെ ഒഴിവാക്കുമെന്ന് കരുതിയിരിക്കുന്നത്. അപ്പൊ മുലിയാർ ഒഴിഞ്ഞു പോവാണ്, റാഹത്ത്. ആ പിന്നെ പൊയ്ക്കോളി, നമുക്കിത് കിട്ടാനാണ് ഇത്രയും നാൾ കൂടിയത്. ഈസാ നബി അലൈഹി സ്വലാം പോയി. ഇവൻ ഇത് മുഴുവൻ ചാക്ക് കെട്ടിലാക്കി മരുഭൂമിയിലാണ് വലിച്ചു കൊണ്ട് നീങ്ങവേ നല്ല ക്ഷീണമായി. ദൂരെ നിന്ന് ഒരാൾ ഒട്ടകപ്പുറത്ത് കയറി വരുന്നു. അദ്ദേഹത്തോട് കൈമാടി അടുത്തേക്ക് വിളിച്ചു. അവനോട് പറഞ്ഞു, ഇതെങ്ങനെയെങ്കിലും പട്ടണത്തിലെത്തിക്കണം. എന്താണ് സംഭവം? ചാക്കും കെട്ടിനുള്ളിൽ തിളങ്ങുന്നത് കണ്ടപ്പോൾ സ്വർണമാണെന്ന് മനസ്സിലായി. ഒട്ടകപ്പുറത്ത് വന്ന സഹോദരനും വാശി പിടിച്ചു, എനിക്കും ഇതിന്റെ ഒരു പങ്ക് വേണം, തന്നേക്കാം. 1-2 സ്വർണ്ണ നാണയല്ലേ തന്നേക്കാം, പോരാ, ഒരു ചാക്ക് മുഴുവനും വേണം. നിർബന്ധഘട്ടമായി അവസാനം തന്നേക്കാമെന്നുള്ള ഉറപ്പിന്റെ മേലെ രണ്ടുപേര് ചാക്കുകെട്ടുകൾ ഒട്ടകപ്പുറത്തെടുത്ത് വെച്ചു. നടന്നു. കുറച്ചുകൂടി നടന്നപ്പോൾ ഈസാ നബിയോടൊപ്പം സഹവസിച്ചിരുന്ന ചെറുപ്പക്കാരൻ തീരെ ക്ഷീണിതനായി അവൻ അവിടെ ഇരുന്നു. ഇനി ഒരടി പോലും നടക്കാൻ വയ്യ. പട്ടണത്തിൽ പോയി ഇതിൽ നിന്നൊരു സ്വർണ്ണ നാണയം എടുത്തുകൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചുകൊണ്ടു കഴിച്ചിട്ട് പോകാം. കുറച്ചുകൂടെ ഉള്ളൂ, 2 കിലോമീറ്റർ ഉള്ളൂ, കുഴപ്പമില്ല, പോയിട്ട് കഴിച്ചിട്ട് പോകാം. അവസാനം ഈ ചാക്കുകെട്ട് മുഴുവൻ നിലത്തെടുത്ത് വെച്ചു. ഒരു സ്വർണ്ണ നാണയം എടുത്ത് മറ്റവന്റെ കയ്യിൽ കൊടുത്തു. അവൻ ഒട്ടകപ്പുറത്ത് പോയി ഭക്ഷണം വാങ്ങി തിരിച്ചു വരുമ്പോൾ വിഷം പുരട്ടി ആ ഭക്ഷണ പൊതിയിൽ. കാരണം അവന്റെ നീയത്ത് മറ്റൊന്നുമല്ല, ഇതെങ്ങനെയെങ്കിലും ഇവൻ കഴിക്കുന്നതോടുകൂടി ഇവൻ മയ്യത്താവും, അതോടുകൂടി ഈ 2 സ്വർണ്ണ ചാക്കുകെട്ടുകളും എനിക്ക് കിട്ടും. അവന്റെ നീയത്ത്. നോക്കണം, മനുഷ്യന്റെ രീതി എവിടെയാണ്, മനുഷ്യന്റെ സ്വഭാവം എവിടെയാണ് വൈകല്യപ്പെടുന്നത്. പറഞ്ഞു തീരേണ്ട താമസം ഭക്ഷണപ്പൊതിയിൽ വിഷം പുരട്ടി തിരിച്ചു കൊണ്ടുവരുന്ന വഴിയിൽ ഈസാ നബിയോടൊപ്പം സഹവസിച്ചിരുന്ന ചെറുപ്പക്കാരന്റെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ. അവൻ വന്നാലുടനെ തന്റെ അരയിൽ കാത്തു സംരക്ഷിച്ചിരുന്ന മാൻപേടെ അറുത്ത കത്തി കയ്യിലിരിപ്പുണ്ട്, അതുകൊണ്ട് അവനെ കുത്തിയിട്ട് കൊല്ലണം. ഭക്ഷണം എടുത്ത് കഴിച്ചാൽ പിന്നെ വിടുന്നവന്റെ ഒട്ടകപ്പുറത്ത് റാഹത്തായിട്ട് വീട്ടിലേക്ക് പോകാം. ഒട്ടകവും കിട്ടും, കുതിരയും സ്വർണവും കിട്ടും. മനസ്സിൽ നമ്മൾ കരുതുന്നത് പോലെ തന്നെ സംഭവിച്ചു. ഒട്ടകപ്പുറത്ത് നിന്ന് വന്നിറങ്ങി അവനെ ഇവൻ കുത്തിക്കൊന്നു. ഭക്ഷണം വാരി വരച്ചിരുന്നു. വിശന്ന് വരഞ്ഞു നിന്ന ഈസാ നബിയോടൊപ്പം സഹവസിച്ചിരുന്നവൻ സെക്കൻഡിനുള്ളിൽ മയ്യത്തായി. മരിച്ചു കിടക്കുന്ന ജനാസകളുടെ മുന്നിൽ
മരിച്ചു കിടക്കുന്ന ജനാസകളുടെ മുന്നിൽ ആ മരുഭൂമിയിൽ തനിച്ചാക്കി കിടക്കുന്നതാകുന്ന സ്വർണ്ണ കൂമ്പാരത്തിലേക്കാണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തിരിച്ചുവരവുണ്ടായത്. ആ ഭാഗത്തുകൂടി അദ്ദേഹം കടന്നു വരികയാണ്. മരിച്ചു കിടക്കുന്നു രണ്ട് സഹോദരങ്ങൾ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഫഔഹല്ലാഹു ഇലാ ഈസാ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു ഉത്ബോധനം നടത്തുകയാണ്, കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ അവിടെ കൂടിയതാകുന്ന ജനങ്ങളോട്, മുസ്ലിം സഹോദരങ്ങളോട് വിളിച്ചു പറയുകയാണ്, അയ്യുഹന്നാസ് അയ്യുഹന്നാസ് ഹാദി ദുനിയാ ഫഹദറൂഹാ. അവിടെ ഒരുമിച്ച് കൂടിയ ജനങ്ങളോട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, അല്ലയോ മനുഷ്യ മക്കളെ, മാനവ കുലമേ, ഇതാണ് ദുനിയാവ്, ഇതാണ് ദുനിയാവ്. ഫഹദറൂഹാ, ഈ ദുനിയാവിനെ നിങ്ങൾ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സമൂഹത്തോട് ഓർമ്മപ്പെടുത്തിയത്രേ. എന്നെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ദുനിയാവ് വെട്ടിപ്പിടിക്കേണ്ടതില്ല. ഉള്ളതുകൊണ്ട് സംതൃപ്തിയുടെ എന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണേ, തിരിച്ചു വരണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു കാലഘട്ടം ഇനി വരും സഹാബാ, ഒരു കാലഘട്ടം ഇനി കടന്നു വരും സഹാബാ. സയഅതി സമാനുൻ അലാ ഉമ്മതി യദ്ഖുലൂന ജഹന്നമ ബിഅബവൈ. ഒരു കാലഘട്ടം എന്റെ സമുദായത്തിന് കടന്നു വരും സഹാബ. ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ അവർ നരകത്തിലേക്ക് കടക്കുന്നത് അവർ കത്തിച്ചലിക്കുന്ന നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം അവരുടെ മാതാപിതാക്കളാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്നെ ശബ്ദം ശ്രവിക്കുന്ന എറണാകുളം ജില്ലയിലുള്ള വെണ്ണയിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ചിന്തിക്കണേ, ചിന്തിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാട് ലോകത്തിന്റെ നായകന്റെ അധ്യാപനമാണ്. മാതാപിതാക്കൾ കാരണമായി മക്കളിതാ നരകത്തിലേക്ക് കടക്കുകയാണ്. നാളെ കത്തിച്ചലിക്കൽ നരകത്തിന്റെ മുന്നിൽ, കത്തിയാളുന്നതാകുന്ന സൂര്യന്റെ മുന്നിൽ, ഇതാ നരകത്തിന്റെ മുന്നിൽ പടച്ചറബ് വിചാരണ നടത്തുന്ന ഘട്ടത്തിൽ മോമിനികളാകുന്ന പാവപ്പെട്ട വിശ്വാസിനികൾ, പാവപ്പെട്ട സഹോദരിമാര്, അവർ ചെറുപ്പക്കാരാണ്, സഹോദരങ്ങളാ, അവർ ഇതാ നരകത്തിലേക്ക് എറിയപ്പെടാൻ കൽപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ്? സ്വഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ യാ റസൂലല്ലാഹ്, എന്ത് കാരണമായിട്ടാണ് നബിയെ? ബിമ യാ റസൂലല്ലാഹ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാതാപിതാക്കൾ മക്കളോട് ഹറാമിന് വേണ്ടി നിർബന്ധിക്കുമേ. അയൽവക്കത്തെ സഹോദരങ്ങളിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അയൽവക്കത്തുള്ള ശുക്കൂറിനെ കണ്ടില്ലയോ? സമദിനെ കണ്ടില്ലയോ? വഫൂറിനെ കണ്ടില്ലയോ? അവനതാ 5 കൊല്ലമേ ഗൾഫിൽ പോയിട്ടുള്ളൂ, നീ 10 കൊല്ലമായിട്ട് ഗൾഫിൽ പോയി കിടക്കുകയല്ലയോ? അവനിതാ അമ്പര ചുമരിയായ വീട് വെച്ചത് കണ്ടില്ലയോ? മാളിക സൗധങ്ങൾ പണിതത് കണ്ടില്ലയോ? വൈത്തില ടൗണിൽ ഒരു കടമുറി സ്വന്തമാക്കിയത് കണ്ടില്ലയോ? സ്വന്തമായി ബിസിനസ് നടത്തുന്നത് കണ്ടില്ലയോ? ഇത് സ്വന്തം ഭാര്യയുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ഭർത്താവ്, ഇത് സ്വന്തം മാതാപിതാക്കളുടെ വായിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന ഭർത്താവ്, അവനിതാ വിഷമിക്കുകയാണ്, വിഷമിക്കുകയാണ്. തന്നെ വാപ്പ ഇതാ തന്നോട് നിർബന്ധം
നിർബന്ധം ചെലുത്തുകയാണ്. ഹറാമ് സമ്പാദിച്ചിട്ടാണെങ്കിലും നീ സമ്പത്ത് കൊണ്ടുവരണേ. ഈ ഒരു നിർബന്ധത്തിന് കാരണമായി അവനിതാ ഹറാമ് സമ്പാദിക്കുകയാണ്. 10 കൊല്ലമായി ഒരു നയാ പൈസ പോലും ഹറാമ് സമ്പാദിക്കാത്ത ചെറുപ്പക്കാരനാ. പക്ഷെ വാപ്പയുടെ നിർബന്ധമാണ്, ഉമ്മയുടെ നിർബന്ധമാണ്. ആ കാരണമായിട്ട് അവരിതാ ഗൾഫിലേക്ക് വീണ്ടും കടക്കുകയാണ്. ഇതുവരെ പോകാത്ത വിസയ്ക്ക് പോവുകയാണ്. ഹറാമ സമ്പാദിക്കുകയാ. ഹറാമിലൂടെ തന്റെ നാട്ടിലിതാ സമ്പാദ്യം എത്തിച്ചു കൊടുക്കുകയാണ്. ഇതുവരെ കിട്ടിയ റിയാലുകളെക്കാൾ, ഇതുവരെ കിട്ടിയ ദീനാറുകളെക്കാൾ, ഇതുവരെ കിട്ടിയ ദിർഹമുകളെക്കാൾ മാതാപിതാക്കൾ മൂല്യം കണ്ടത് തന്റെ പ്രിയപ്പെട്ട മക്കളുടെ സമ്പത്തിനാണ്. ശരിയല്ലേ? ഇത് വീട്ടിൽ നടക്കുന്നില്ലേ? ഭാര്യ പറയാണ്, ഹയവാനെ എത്ര കൊല്ലമായി, അങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക്. ഇതാ കാറേ പോകുന്നു, ബൈക്കിൽ പോകുന്നു, 350 ബുള്ളറ്റ് എടുത്തു. എത്ര നാളായി? പല സൈക്കിൾ വല്ലതും ഉണ്ടോ? സൈക്കിളിലല്ലേ നടക്കുന്നു. നിങ്ങളിപ്പോഴും ചീനി വല എറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഇങ്ങോട്ട് നോക്ക്, കണ്ട ബോട്ട്, കപ്പല്, ഇതിങ്ങനെ പറയുമ്പോ മക്കൾക്ക് എങ്ങനെ ആദ്യം നമ്മൾ പഠിച്ചൊന്നും എത്തിയില്ല. വേഗം തന്നെ വല്ല കൊട്ടേഷൻ പരിപാടിക്ക് കൂട്ടുകാരും എടുത്തോണ്ട് ഇവൻ ഇറങ്ങും. 2 കൂത്ത് 25,000. അപ്പാ പൊരോട്ട, ചിക്കൻ 65. അല്ല എവിടുന്ന എന്താ ഒന്നും അറിയണം. കാശ് എങ്ങനെയെങ്കിലൊക്കെ റാഹത്ത്. കാശ് മാതാപിതാക്കൾ കാരണമായി മക്കൾ നരകത്തിൽ കടക്കും. സഹോദരിമാരും എത്തിയില്ലേ? സ്ത്രീകൾ വരികളില്ലേ? ഭാര്യമാരെ നിർബന്ധിക്കുന്നില്ലേ? തങ്ങൾ പറയുകയാണ്, 4 കൂട്ടം സ്ത്രീകൾ സ്വർഗത്തിലാണ്. 4 കൂട്ടം സ്ത്രീകൾ സ്വർഗത്തിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. 4 കൂട്ടം സ്ത്രീകൾ സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ 4 വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിൽ. തങ്ങൾ ആദ്യമായി എണ്ണിയത് ഇംറഅത്തുൻ നഫീഫ ത്വായിയത്തുൻ ലില്ലാഹി വലിസൗജിഹി. സംസ്കാരമുള്ള പെണ്ണാണ്. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്വന്തം ഭർത്താവിനെയും അനുസരിച്ച് ജീവിക്കുന്ന പെണ്ണാണ്. അവൾ തീർച്ചയായും സ്വർഗത്തിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമസ്കരിക്കാൻ ബാങ്ക് വിളിക്കുമ്പോ തലയിലിട്ടിരിക്കുന്ന തട്ടം വേഗം തന്നെ ഇട്ടുകൊണ്ട് ഒതുവെടുത്തുകൊണ്ട് വീടിനകത്തളങ്ങളിൽ കൃത്യമായി നമസ്കരിക്കുന്ന സഹോദരിമാരുണ്ടോ? കൃത്യമായി നിസ്കരിക്കുന്ന സഹോദരിമാരുണ്ടോ? സ്വർഗമാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് പരാതിപ്പെടുകയാണ്, നബിയേ, പുരുഷന്മാർ ജുമാ ജമാഅത്തുകൾക്ക് പോകുന്നുണ്ട് നബിയേ, നബിയേ. ധർമ്മസമരത്തിന് പോകുന്നതും അവര് തന്നെയാണ്. ഞങ്ങൾക്ക് അതിന് പോകണം, ഞങ്ങൾക്ക് പ്രതിഫലം വേണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അസ്മായേ, നിങ്ങൾ കൃത്യമായി 5 വഖ്ത് നമസ്കാരങ്ങൾ ബാങ്ക് വിളിക്കുമ്പോൾ വീടിനകത്തലങ്ങൾ നിർവഹിക്കുകയും നിങ്ങളുടെ ഭർത്താവിന് അനുസരിച്ച് ജീവിക്കുകയും റമളാനിൽ 30 ദിവസവും നോമ്പനുഷ്ഠിക്കുകയും ചെയ്താൽ സ്വർഗമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? ഒന്നും വേണ്ട. നിങ്ങൾ റോഡിൽ ഇറങ്ങി കച്ചവടം ചെയ്യാൻ ഒന്നും പറഞ്ഞില്ല. എന്ത് പറഞ്ഞു? റമളാനിൽ 30 ദിവസം നോമ്പ് പിടിച്ചോണം. ശ്രുതിയുള്ള ദിവസമൊക്കെ കൃത്യമായിട്ട് പിടിച്ചോ. ഇതില്ലാത്താണെങ്കിൽ അത് ഖളാ വീട്ടിക്കോ. 30 ദിവസത്തെ നോമ്പ് കറക്റ്റ് ചെയ്തോ. മക്കളെയും ഭർത്താവിനെയൊക്കെ പരിലാളിച്ച് വീട്ടിൽ തന്നെ കഴിഞ്ഞോ. ബാങ്ക് വിളിക്കുമ്പോൾ കൃത്യമായി നിസ്കരിച്ചോ. നിങ്ങൾക്ക് സ്വർഗം. സയ്യിദുനാ റസൂലുള്ളാഹി. സ്ത്രീകളോട് പറഞ്ഞത് അത് മാത്രമേ ഉള്ളൂ. എത്ര സൗകര്യത്തിൽ അവർ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി എണ്ണിയത് ഇംറഅത്തുൻ നഫീഫ ത്വായിയത്തുൻ ലില്ലാഹി വലിസൗജിഹാ.
സ്വന്തം ഭർത്താവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന പെണ്ണുണ്ടോ, പടച്ച റബ്ബിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സ്ത്രീയുണ്ടോ, അവർ തീർച്ചയായും സ്വർഗത്തിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ സഹോദരിമാരെ, നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ ഉമ്മമാരെ അല്ലാഹു കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. രണ്ടാണ് നമ്മുടെ വിഷയം. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇംറഅത്തുൻ വലൂദ് വദൂദുൻ ഖാനിയത്തുൻ ബില്ലസീരി മഅ സൗദിഹാ. ഇംറഅത്തുൻ വലൂദ്, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീ, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീ. വിവാഹം കഴിക്കുന്ന സമയത്ത് അങ്ങനെ നോക്കണമെന്നാണ്. അങ്ങനെ നോക്കുക, അവരുടെ ഉമ്മ എത്ര പ്രസവിച്ചിട്ടുണ്ട്, അവര് 10 പേരെ മക്കൾ, അവരുടെ മകളാണെങ്കിൽ ഓക്കെയാണ്, അവരൊരു ഏകദേശം 5-10 പ്രസവിക്കും. അങ്ങനെ നോക്കുന്നത് ഉസ്താദേ, അങ്ങനെ നോക്കണം ഒക്കെ വേറെ വിഷയങ്ങളാണ്. വിവാഹം എന്നൊരു വിഷയം നമുക്കിപ്പോൾ പറയേണ്ടതാണ്. വലൂദ്, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീ, അതിലൊരുപാട് മഹത്വമുണ്ട്. നിക്കാഹിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് പറയേണ്ടതാണ്. ഒന്ന്, പ്രസവത്തിലൂടെ ജനിക്കുന്ന കുട്ടി ആരാണ്? മുഅ്മിനായ കുട്ടിയാണ്, അല്ലെങ്കിൽ മുഅ്മിനത്തായ കുട്ടിയാണ്. ആരെയാണ് ആരാധിക്കുന്നത്? അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത്. അപ്പൊ റബ്ബിനെ ആരാധിക്കാനുള്ള ഒരു സൃഷ്ടിയെ കൂടി നീ പടക്കാൻ നിമിത്തമായി, നിന്റെ ഭാര്യ നിമിത്തമായി. അതുകൊണ്ട് തന്നെ സ്വർഗ്ഗം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ല? റബ്ബിനെ ആരാധിക്കാനുള്ള ഒരു പടപ്പിനെ സൃഷ്ടിക്കുക. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ പ്രവാചകന്മാരെയും അതത് സമുദായക്കാരെയുമായി നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടും. അപ്പോൾ എൻ്റെ സമുദായം മറ്റുള്ള സമുദായക്കാരെക്കാൾ കൂടുതൽ ഉണ്ടാകുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുത്തുനബിയുടെ സമുദായം അധികരിക്കട്ടെ എന്ന നിലയ്ക്ക് നീ ഭാര്യയുമായി ബന്ധപ്പെടുന്നു, ഭാര്യ അതിന് സഹകരിക്കുന്നു, ഭാര്യ പ്രസവിക്കുന്നു എങ്കിൽ പ്രവാചകന്റെ പൊരുത്തം കൂടി കിട്ടുക. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. റബ്ബിന്റെ പൊരുത്തം കിട്ടും. റബ്ബിനെ ആരാധിക്കാനുള്ള ഒരാൾ ഇവിടെ വന്നു, ഒരു സൃഷ്ടി കൂടി വന്നു. റസൂലുള്ളാഹിന്റെ പൊരുത്തം കിട്ടും. കാരണം നബിതങ്ങളുടെ ഉമ്മത്ത് അധികരിക്കുന്നു. നാളെ നബിതങ്ങൾ അതുകൊണ്ട് സന്തോഷിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെയാണ് നിയ്യത്ത്. ഇതാണ് നിയ്യത്ത് വേണ്ടത്. അല്ലാതെ റാഹ എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. ഇതൊക്കെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതൊക്കെ വിഷയം വേറെ ഒരുപാട് പറയേണ്ടതാണ്, അതിലേക്ക് പോകുന്നില്ല. അപ്പൊ വലൂദ്, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീ, അവൾ സ്വർഗത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാതെ എൻ്റെ ഉറങ്ങണം, നമ്മളില്ല, അതല്ല, പാടില്ല. നാം ഒന്ന് നമുക്കൊന്നുള്ള നല്ല പരിപാടി തന്നെ പാടില്ല. ഞാൻ സ്ഥലം പറയുന്നില്ല. ഒരു സ്ഥലത്ത് ഒരു മരണ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തിന്റെ 2 മക്കളും 2 ആൺപിള്ളേരാണ്, കൊച്ചുകുട്ടികളാണ്. ദമാമിൽ വെച്ചുകൊണ്ട് പെട്ടെന്ന് മരണപ്പെട്ടു പോയതാണ്. സ്വിമ്മിംഗ് പൂളിൽ വീണ് മരണപ്പെട്ടു പോയതാണ്. അയാളുടെ വീട്ടിൽ തന്നെ എല്ലാ സൗകര്യവും ഉണ്ട്. കൊച്ചുകുട്ടികൾ, അത്യാവശ്യം ചെറുപ്പക്കാരെ കുട്ടികൾ, 10 വയസ്സുള്ള കുട്ടികളാണ്. 2 മക്കളും ഇരട്ട കുട്ടികളാണ്. ആ 2 കുട്ടികളും സ്വിമ്മിംഗ് പൂളിൽ വെച്ച് മരണപ്പെട്ടു പോയി. മരിച്ചു. ബോഡി കൊണ്ടുവന്നു, നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന മറവാടി, സ്ഥലം ഞാൻ പറയുന്നില്ല, കൊണ്ടുവന്ന മറവാടി. ആ വീട്ടിൽ ഞാൻ ചെന്നു. ദുആയൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തെ വിളിച്ച് ആശ്വസിപ്പിച്ചു. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഭയങ്കര കരച്ചിലാണ്, ഭയങ്കരമായ കരച്ചിലാണ്. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തെ ഒന്നുകൂടെ കാണാനിടയായി. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നിങ്ങൾക്ക് ഇനിയും ആകാമല്ലോ, അല്ലാഹു സാന്നിധ്യങ്ങളാകുന്ന മക്കളെ തരട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെയും കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ പ്രസവം നിർത്തി. ഭാര്യയുടെ പ്രസവം നിർത്തിയേക്കാണ് എന്ന് വെച്ചാൽ എന്താ? അപ്പൊ അത് ഓരോരുത്തരുടെ ഓരോ ചിന്തയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പറഞ്ഞു തരൽ അനിവാര്യവുമാണ്. കാരണം എന്താ? എല്ലാവർക്കും ഒരു ചിന്തയുണ്ട്. എൻ്റെ കുട്ടി ഓക്കെയാണ്, അവന് ഇതിലെനിക്ക് 2 മതി. കാരണം എന്താ? ഇവൻ ജീവിച്ച് വലുതായി വളർന്നു വലുതായി ഒരുത്തനെ MBBS വിടുന്നു, ഒരു പെണ്ണിനെ ഞാൻ പഠിപ്പിച്ചു ഉന്നതാക്കുന്നു, പെണ്ണിനെ ഡോക്ടറാക്കുന്നു, മറ്റവനെ എഞ്ചിനീയർ ആക്കുന്നു. ഇത് ഇവന്റെ മനസ്സിൽ, ഇവന്റെ ബ്രെയിനിൽ അങ്ങ് കൊടുക്കാൻ. അള്ളാഹു ഇവർക്ക് ആയുസ് ഏകുമോ? ഇവർ വളർന്നു വലുതാകുമോ? ഇവർ പഠിച്ചു ഉന്നതിയിലെത്തുമോ? അതൊന്നും അവന് ചിന്തിക്കണ്ട. അവനപ്പോഴേ പ്രസവം നിർത്തി. ഇവൻ വലിയ സംഭവം, ഇവൻ അല്ലാഹ്. അപ്പൊ റബ്ബ് അങ്ങ് പിടിച്ചു കരളിന്റെ കഷ്ടങ്ങളായ മക്കളെ വേഗം പിടിച്ചു. ഇവിടെ ഗർഭവും നിർത്തി, ഇടങ്ങേറായി. ഇനി വേറെ പെണ്ണ് കെട്ടണം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയ ബുദ്ധിമുട്ടുകൾ. ഒക്കെ അനുഭവിച്ചോളൂ. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രയാസം.
ഞാൻ സാന്ദർഭ്യം ഉണർത്തിയതാണ്. അതൊക്കെ ഇന്ന് സമൂഹം പറഞ്ഞിട്ടും ആലിമീങ്ങൾ പറഞ്ഞിട്ടും തിരസ്കരിച്ച് നടക്കുന്നവരുണ്ട്. വളരെ ശ്രദ്ധിച്ചോളൂ, വളരെ ശ്രദ്ധിച്ചു. ജീവിതത്തിൽ വരുമ്പോഴേ അനുഭവം വരുള്ളൂ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലു ഫീ കിതാബിൻ മുബീൻ. ലോകത്തുള്ള സർവചരാചരങ്ങൾക്കും സർവസൃഷ്ടിജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അവനാണ് അല്ലാഹു. മനസ്സിലാക്കി. ഈ കാക്കയ്ക്ക് ഇതിനൊക്കെ നമ്മൾ ഫുഡ് കൊടുത്തിട്ടാണ് ഇത് കിടക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കാക്ക പിള്ളേർക്ക് തന്നെ കൊടുക്കാൻ നമുക്ക് തികയുന്നില്ല. ചിന്തിക്കണം. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്ക് നമ്മൾ വല്ലതും കൊടുത്തിട്ടുണ്ടോ? റബ്ബൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ ഒരു ആഗ്രഹം പറഞ്ഞു വന്ന അള്ളാഹുവിനോട്. ചരിത്രമാണ്, യാഥാർത്ഥ്യ ചരിത്രം. മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവേ, ഞാൻ ലോകം അടക്കി ഭരിക്കുന്ന ചക്രവർത്തിയാണല്ലോ സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാവർക്കും ഒന്ന് ആഹാരം കൊടുക്കണം, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്ക്. അല്ലാഹു പറഞ്ഞു, സുലൈമാനെ നിന്നെ കൊണ്ടൊന്നും സാധിക്കൂല, അതൊന്നും നിസ്സാര പണിയല്ല. ഇല്ല റബ്ബേ, ഞാനത് ഏറ്റു. ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്ന പരിപാടിയല്ല, ഞാനിത് ഏറ്റു. സുലൈമാൻ നബി അലൈഹി സ്വലാം നിർബന്ധം വെച്ചു. ഇല്ല, ഒരു ദിവസവും നിന്നെക്കൊണ്ട് കഴിയത്തില്ല എന്നല്ല, ഒരു നേരം തന്നെ കഴിയത്തില്ല. ഞാൻ കൊടുക്കും. ഒരു നേരത്തെ ആഹാരമെങ്കിലും അല്ലാഹു നീ സമ്മതിക്കണം. അവസാനം റബ്ബ് സമ്മതിച്ചു. സുബ്ഹാനല്ലാഹ്. മാസങ്ങളായി അതിനുവേണ്ടിയുള്ള വർക്കങ്ങ് തുടങ്ങി. മാസങ്ങൾ കൊണ്ട് അതിനുവേണ്ടിയുള്ള വർക്ക്. ആരെ? ജിന്നുകളാണ് പണിയുന്നത്. ജിന്നുകളെ കൊണ്ട് അങ്ങോട്ട് വെക്കാൻ തുടങ്ങി. മനുഷ്യർ വെച്ചാൽ തീരൂലല്ലോ. മനുഷ്യരും ജിന്നുകളും ഒക്കെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ അധീനപ്പെടുത്തി കൊടുത്തു എന്നാണ് ഖുർആൻ. വശയാതീന കുല്ല ബനാഇൻ വഗവാസ്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു എല്ലാം അധീനപ്പെടുത്തി കൊടുത്തു. കെട്ടിട പണിക്കാരായ പിശാചുക്കളെയും മുങ്ങൽ വിദഗ്ധരാകുന്ന പിശാചുക്കളെ കടലിന്റെ ആഴിയിൽ പോയി പവിഴപ്പുറ്റുകൾ കൊണ്ടുവരാൻ പറ്റുന്ന ആളുകളുണ്ടായിരുന്നു. ആരുടെ അടുക്കൽ? സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ. സെക്കൻഡിനുള്ളിൽ പോയിട്ട് വാടാ, കടപ്പുറത്ത് അടിയിൽ പോയിട്ട്, കടലിനടിയിൽ പോയിട്ട് ഇന്ന സ്ഥലത്ത് സാധനം കടപ്പുണ്ടെന്ന് പറഞ്ഞ് സെക്കൻഡ് അടിയിൽ പോയി മാണിക്കോട്ട് തിരിച്ചു വരും. അങ്ങനത്തെ ആളുകൾ ജിന്നുകളൊക്കെ അധീനപ്പെടുത്തി കൊടുത്തു. ബഹുമാനപ്പെട്ട സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരെ കൊണ്ട് കുക്കിംഗ് തുടങ്ങി അവസാന മാസങ്ങളായി എല്ലാം റെഡിയായി. ഡേറ്റ് എത്തി, അള്ളാഹുവിനോട് പറഞ്ഞ തീയതി എത്തി. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ഓക്കെയാണോ? റെഡിയാണ്. എന്നാ എന്റെ ആദ്യത്തെ ഈ സൃഷ്ടിക്ക് നീ കൊടുത്തോ. കടലിൽ നിന്നൊരു വലിയ മത്സ്യം വന്ന് വാതുറന്ന് അങ്ങോട്ട് വെച്ചു. മാസങ്ങളായി ഉണ്ടാക്കിയ സർവ്വ ആഹാരം മുഴുവനും അതിന്റെ വായ്ക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് നിറയ്ക്കാൻ തുടങ്ങി. ജിന്നുകൾ കൊണ്ടുവന്ന് ഇട്ടുകൊടുക്കാൻ തുടങ്ങി. മത്സ്യം വാടയ്ക്കുന്നില്ല, വാ തുറന്നു പിടിച്ചിരിക്കുക. മുഴുവനും ഇട്ടു, മത്സ്യം വാടയ്ക്കുന്നില്ല. അങ്ങനെ തന്നെ എന്താ സംഭവം? എന്റെ വിശപ്പടങ്ങണ്ടേ? മാസങ്ങളായിട്ടുണ്ടാക്കിയ സർവ്വാഹാരം മുഴുവൻ ഇതിങ്ങനെ വായിലോട്ടിട്ട് കൊടുത്തിട്ട് ഒന്ന് നാക്കൊന്ന് ചെറുതായിട്ട് കൊള്ളാവല്ല പരിപാടി. പിന്നെ ഇരിക്കുക. അവസാനം റബ്ബിനോട് പൊരുത്തം ചോദിച്ചു. അവിടെ വെച്ച് റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലി ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങിയെന്നാണ് ചരിത്രം. അതിനുശേഷം പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അതിന് അദ്ദേഹം നിന്നിട്ടില്ല. മനസ്സിലാക്കണം, ലോകത്ത് ഏതൊക്കെ വ്യക്തികളായിരുന്നാലും ശരി, നമ്മളൊന്നും അഹങ്കരിക്കേണ്ട. നമ്മുടെ മക്കൾക്ക് നമ്മളല്ല കൊടുക്കുന്ന, റബ്ബ് കൊടുക്കാൻ. നമ്മളതിനൊരു സബബാണ്, നമ്മളൊരു കാരണം, നമ്മളൊരു ഉപകരണമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് നിലനിർത്തുമാറാവട്ടെ. തങ്ങൾ പറയുകയാണ്, സ്വർഗീയ സ്ത്രീകളിൽ പെട്ടത് ഇമ്രഅത്തുൻ വലൂദ്, ധാരാളം പ്രസവിക്കുന്ന പെണ്ണാണ്. വദൂദ്, സ്വന്തം ഭർത്താവിനോട് വല്ലാതെ ഇഷ്ടം വെക്കുന്ന പെണ്ണാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറയുകയാണ്, ഖാനിയത്തുൻ ബിൽ അസീരി മഅ സൗജിഹാ, സ്വന്തം ഭർത്താവ്
ഭർത്താവ് തനിക്ക് കൊണ്ടുവരുന്നതാകുന്ന സമ്പാദ്യം ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന പെണ്ണാണ്. പ്രവാസിയാകുന്ന പ്രിയപ്പെട്ട ഭർത്താവാണ്. 5 കൊല്ലമായി നിങ്ങൾ ഗൾഫിൽ കിടക്കുന്നു. എന്റെ ഇക്ക അയൽവക്കത്തുള്ള സഹോദരനിലേക്ക് നോക്കുന്നില്ലേ? അവനിതാ 3 കൊല്ലം കൊണ്ട് വീട് വെച്ചത് കണ്ടില്ലേ എന്ന് പറയാതെ ഇക്ക 50 കൊല്ലമായിരുന്നാലും 100 കൊല്ലം നിങ്ങൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് നൽകുന്നത് ഹലാല് മാത്രം മതിയേ. അങ്ങനെ പറയുന്ന പെണ്ണ് ഖാനിഅത്തും ബില്ലസീരി മഅ സൗജിഹാ, ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന പെണ്ണ് സ്വർഗ്ഗത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി. എന്തുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, മാ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബിഹി. ഈ ദുനിയാവിൽ ഹറാമിലൂടെ ഊട്ടപ്പെട്ട ശരീരമുണ്ടോ അത് തീർച്ചയായും നരകത്തോട് ബന്ധപ്പെട്ടതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ മക്കളെ നരകത്തെ തൊട്ട് കാക്കുക, ഭാര്യ നരകത്തെ തൊട്ട് കാക്കുക, കുടുംബത്തെ നരകത്തോട്ട് കാക്കുക. അതുകൊണ്ട് ഹറാം ഞാൻ സമ്പാദിക്കൂല. ആ ഒരു ദൃഢനിശ്ചയം ഇത് ഭർത്താവിനുണ്ട്, നിലനിന്നുകൊണ്ട് പോവാ. അപ്പൊ ഭാര്യയുടെ ഭാഗത്ത് നിന്ന് പ്രസിംഗ് ഉണ്ടാകാൻ പാടില്ല, ഹറാം സമ്പാദിക്കാൻ വേണ്ടി. അതൊക്കെ ഉണ്ടാകുന്നുണ്ട് പലയിടത്തും. ഗൾഫിലൊരു സ്ഥലത്ത് പോയി, അത് ഞാൻ സ്ഥലം പറയുന്നില്ല, അബൂദാബിയ, നാട്ടിലെ സ്ഥലം പറയുന്നില്ല. 2 പേര് രാവിലെ ഇസ്ലാമിക് സെന്ററിൽ പ്രസംഗം കഴിഞ്ഞ് അവിടെ വിശ്രമിക്കുന്ന സമയത്ത് രാവിലെ സുബഹി കഴിഞ്ഞിട്ട് 2 ചെറുപ്പക്കാർ വന്നു. ജില്ല ഞാൻ പറയുന്നില്ല, 2 ചെറുപ്പക്കാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യിപ്പിക്കാൻ വന്നതാണ്. അപ്പൊ അവിടെ വലിയ പ്രശ്നമാണ്, നിങ്ങൾക്കറിയാം. രാത്രിയിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ റെഡ് സീറ്റും പ്രശ്നങ്ങളും ആദ്യ വിഷയമാണ്. നമ്മളെ വിളിച്ചുകൊണ്ട് പോകും, സൈസ് ഐറ്റംസ്. അതുകൊണ്ട് റൂം ഉറക്കാൻ പറ്റൂല, റൂം അടച്ച് നമ്മൾ അതിനകത്ത് കയറിയിരിക്കുക. രാവിലെ 7 മണിയായപ്പോഴത്തേക്കും വാതിൽ വന്ന് ഭയങ്കര കോളിംഗ് ബെല്ലടിക്കുന്നു. തുറന്നു നോക്കുമ്പോൾ 2 സഹോദരങ്ങൾ മലയാളികളാണെന്ന് മനസ്സിലായി. റൂമിൽ കയറ്റി സാധാ ഞങ്ങൾ ഇന്നലെ വൈകിട്ട് വിളിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു, ഇന്ന സ്ഥലത്തു നിന്നുള്ളവരാണ്, ദ്വാരപ്പിക്കാൻ വന്നതാണ്. അപ്പൊ തലേ ദിവസം പരിപാടിക്ക് അവർ പങ്കെടുത്തിട്ടില്ല, പ്രഭാഷണത്തിനൊന്നും അവരില്ല, ദൂരേന്ന് വരികയാണ്. സാറിന്റെ പ്രസംഗം കേൾക്കാറുണ്ട്. ഞങ്ങൾ വന്നതും ദ്വാരപ്പിക്കാൻ വേണ്ടി. ഒരാളുടെ ജോലി ചോദിച്ചാൽ ജോലി പറഞ്ഞു, മറ്റേ ആൾ ജോലി പറയാതെ കളിക്കുക. എന്താ ജോലി? അവസാനം ഞാൻ അദ്ദേഹത്തോട് നിർബന്ധിച്ച് ചോദിച്ചു, എന്താ ജോലി, എന്താ നിങ്ങൾ പറഞ്ഞു? ഇല്ല, അത് അങ്ങനത്തെ പറയാൻ പറ്റുന്ന. ലാസ്റ്റ് അദ്ദേഹം പറയാൻ, മോശപ്പെട്ട സ്ത്രീകളുണ്ട്, ആ സ്ത്രീകളെ കറക്റ്റ് ചെയ്തു കൊടുക്കുന്ന പണിയാ. കറക്റ്റ് വണ്ടിയിൽ ടാക്സിയിൽ കൊണ്ടുപോയി കറക്റ്റ് അറേഞ്ച് ചെയ്യും. എന്തിനാ അതിനു വേണ്ടി നിൽക്കുന്നത്? അവർ ഈ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നല്ലൊരു ടിപ്പ് കയ്യിൽ കൊടുക്കും, ന്യായമായ കാശ്. അപ്പൊ സാധാരണ ഈ ടാക്സിക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കാശ് ഇതിന് കിട്ടും, മറ്റു പണിയേക്കാൾ കൂടുതൽ കാശ് കിട്ടും. ആരാ ഇത് പറയുന്നത്? ഒരു മുസ്ലിം സഹോദരൻ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ജോലിയിൽ നിന്ന് മാറിക്കൂടെ? അദ്ദേഹം പറയുന്നു, ഉസ്താദേ 6 കൊല്ലമായി ഇപ്പോൾ ഞാൻ ഈ ജോലിയിലാണ്. 4 കൊല്ലം മാന്യമായി ഞാനൊരു ജോലിയിലായിരുന്നു ഇവിടെ തന്നെ. പക്ഷേ ഞാൻ വീട്ടിലെത്തുമ്പോൾ എൻ്റെ ഭാര്യ എന്നെ സമ്മതിക്കുന്നില്ല. ഭാര്യയുടെ നിർബന്ധം, നിങ്ങൾ ഈ ജോലിയിൽ നിന്ന് മാറണം, നമുക്ക് വീട് വെക്കണ്ടേ, നമ്മുടെ മക്കളെ പഠിപ്പിക്കണ്ടേ, ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടണ്ടേ, വിദ്യാഭ്യാസമുള്ളവരാക്കണ്ടേ, സമൂഹത്തിൽ ഉന്നതമായ രീതിയിലേക്ക് നമ്മുടെ മക്കളെ കൈപിടിച്ചു കൊണ്ടുവരണ്ടേ, നമുക്ക് നല്ല വാഹനം വേണ്ടേ, ഇന്നോവ വേണ്ടേ, നല്ല വീട് വേണ്ടേ, നല്ല കാർ വേണ്ടേ, സൗകര്യം വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നെ നിർബന്ധിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ ജോലിക്ക് വന്നത്. പുതിയൊരു വിസയ്ക്ക് വന്നു. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, ഇന്ന ജോലി ഉണ്ടെങ്കിൽ നിനക്ക് ന്യായമായ കാശ് കിട്ടും. ഞാൻ 2 കൽപ്പിച്ചു, അതിന് കയറി. 2 കൊല്ലം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, പെണ്ണെ, എനിക്ക് കിട്ടിയ ജോലി ഇന്ന ജോലിയാ, മോശപ്പെട്ട ജോലിയാണെന്ന് പറയുമ്പോ അവള് പറയാണ്, ഇക്ക ഇച്ചിരി പിടിച്ചു നിൽക്ക്, കുറച്ചാലും കൂടെ നിൽക്കുക, നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എന്ത് കാര്യം? നമ്മുടെ വീടിന്റെ കാര്യം, ഇതൊക്കെ വർക്ക് തുടങ്ങിയിട്ടുണ്ട്, ഇതൊക്കെ ഒന്ന് സലാമത്താകുന്നതിന് വരെ ഇക്ക പിടിച്ചിരിക്കട്ടെ. ആരാ പറയുന്നത്? സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മുടെ കാലഘട്ടം. എവിടെ എത്തിപ്പോയി? ഇതൊക്കെ പറയണ്ടേ, സമൂഹത്തോട് വെളിപ്പെടുത്തണ്ടേ, ഞങ്ങൾ അറിയണ്ടേ, നന്നാവണ്ടേ. നമ്മുടെയൊക്കെ വീടുകൾ നടക്കുന്ന സംഭവമാണിത്. ആരെയെങ്കിലും കൊന്നിട്ടായാലും കുഴപ്പമില്ല, വീട് മോടി പിടിപ്പിക്കട്ടെ. എന്റെ മക്കൾ എവിടെ നിന്ന് അടിച്ചു മാറ്റിയ പണമായാലും പ്രശ്നമില്ല, വീട്ടിൽ വാഹനമുണ്ടാകട്ടെ, ഇന്റർലോക്ക് പതിക്കട്ടെ, വീടിന്റെ അകത്തളങ്ങൾ മനോഹരമാകട്ടെ, ഇന്റീരിയർ വർക്ക് ചെയ്യട്ടെ, മനോഹരമാകുന്ന ബിൽഡിങ്ങുകൾ ഉണ്ടാകട്ടെ. ഹറാമ് സമ്പാദിച്ചാലും പ്രശ്നമില്ല.
ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ സമൂഹം മാറി, നമ്മുടെ മക്കൾ മാറി, നമ്മുടെ ഉമ്മമാര് മാറി, നമ്മുടെ ഉപ്പമാര് മാറി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇംറഅത്തുൻ വലൂദ് വദൂദുൻ ഖാനിയത്തുൻ ബിൽ ലസീരി മഅ സൗജിഹാ. സ്വന്തം ഭർത്താവ് കൊണ്ടുവന്ന് കൊടുക്കുന്ന സമ്പാദ്യത്തിൽ അണുവിട പോലും ഹറാമായ രീതിയിൽ ചെലവഴിക്കാതെ പിടിച്ചു വെച്ചുകൊണ്ട് ഉള്ളതുകൊണ്ട് സംതൃപ്തി അടയുന്ന പെണ്ണുണ്ടോ, അവൾ സ്വർഗത്തിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. മൂന്നാമത്തെ കൂട്ടത്തിലുള്ള വിഭാഗത്തിലുള്ള സ്ത്രീ ആരെന്നറിയുമോ? മൂന്നാമത്തെ വിഭാഗം സ്വർഗത്തിൽ കടക്കുന്ന സ്ത്രീ ഏതെന്നറിയുമോ? ഇംറഅത്തുൻ ദാതു ഹയാ, ലജ്ജയുള്ള പെണ്ണാണ്, ലജ്ജയുള്ള പെണ്ണാണ്. ഇൻ ഖാബൻഹാ സൗജുഹാ ഹഫിളത് നഫ്സഹാ വമാലഹു. സ്വന്തം ഭർത്താവ് പുറത്തേക്ക് ഇറങ്ങട്ടെ, അവൻ വീട്ടിലുണ്ടാകട്ടെ, അവന് പ്രവാസ ലോകത്തേക്ക് പോകട്ടെ, അവൻ നാട്ടിൽ തന്നെ കച്ചവട സ്ഥാപനത്തിലേക്ക് പോകട്ടെ, ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്റെ ശരീരത്തിന്റെ നഗ്നതകളെ കാത്ത് സംരക്ഷിക്കുന്നവളാണ്. ഇൻ ഖാബ അൻഹാ സൗജുഹാ ഹഫിളത് നഫ്സഹാ വമാലഹു. തന്റെ സമ്പത്ത്, തന്റെ ഭർത്താവിന്റെ സമ്പത്തിനെ കാവലേർപ്പെടുത്തുകയും തന്റെ ശരീരത്തെ പരിപൂർണമായി സംരക്ഷിക്കുകയും ചെയ്യുന്നതായ സ്ത്രീകളുണ്ടോ? സ്വർഗമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോഴേ ഉടുത്തൊരുങ്ങി വേറെ വഴിക്കടറങ്ങലല്ല, മറിച്ച് നഗ്നതകൾ പരിപൂർണമായി മറച്ച് റബ്ബിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന പെണ്ണെ. കുറച്ചു കാല ജീവിതമല്ലേ ഉള്ളൂ ഈ ദുനിയാവിൽ. ഇപ്പൊ കണ്ടില്ലേ നീ പലരും മരിക്കുന്നത്? 30, 40, 50 വയസ്സുള്ള ആളുകളൊക്കെ മരിച്ചത് കണ്ടില്ലേ? ചെറിയ ചെറിയ പ്രായത്തിലുള്ളവരെ മരണപ്പെടുന്നത് കണ്ടില്ലേ? എന്നിട്ടും നീ മനസ്സിലാക്കാത്തതെന്ത്? അപ്പൊ ഈ കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ ഒന്ന് നീ അടങ്ങിയൊന്ന് ജീവിച്ചാൽ നിനക്ക് സ്വർഗം. സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗം ചെറുതല്ലല്ലോ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണവൽഗളിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്ന പിന്നെയും ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നിയകാലത്തിലും സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗം കിട്ടിയ പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? നിന്നെ ലോകത്തുള്ള മുഴുവൻ ആളുകളും ദരിദ്രനായി മുദ്രകുത്തിയാലും നീ തന്നെയാണ് കോടീശ്വരൻ എക്കാലവും എന്നുള്ള ചിന്ത നിന്റെ മനോമുഖരത്തിൽ അണയാതെ മറയാതെ നിൽക്കണമെന്ന് ശൈഖ് അവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ചിന്തിക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് ആ സ്വർഗമാർക്ക് ഹയായുള്ള ലജ്ജയുള്ള പെണ്ണ്. എങ്ങനത്തെ ലജ്ജയുള്ള പെണ്ണ്? ഇൻ ഗാബ അൻഹാ സൗജുഹാ ഹഫളത് നഫ്സഹാ വമാലഹു. സയ്യിദുനാ റസൂലുള്ളാഹി. ഭർത്താവ് പുറത്തേക്ക് പോയാൽ ശരീരത്തെ സൂക്ഷിക്കും, ഭർത്താവിന്റെ സമ്പത്തിന് സംരക്ഷണം കൊടുക്കും. അങ്ങനത്തെ പെണ്ണ്. ദാ ഒരൊറ്റ അടയാളം കഴിഞ്ഞു. അതോടുകൂടി ദുആയിലേക്ക് കടക്കുക. നാലാമത്തെ സ്വർഗത്തിൽ കിടക്കുന്ന സ്ത്രീ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇംറഅത്തുൻ മാത സൗജുഹാ വലഹാ ഔലാദുൻ സഗീർ فحبست نفسها ولم تتزوج خشية أن يضيعوه
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു പെണ്ണാണ് സ്വന്തം ഭർത്താവ് മരണപ്പെട്ടു പോയി. ആ ഭർത്താവിന് ഇതാ തനിക്ക് ചെറിയ മക്കൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ആ മക്കള് ഞാനൊരു പുനർവിവാഹം കഴിച്ചാൽ പിഴച്ചു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് തന്റെ മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിയിലെത്തണമെന്ന് ആശിച്ചുകൊണ്ട് ഒരു പുനർവിവാഹം കഴിക്കാതെ നിലകൊള്ളുന്ന പെണ്ണുണ്ടോ, അവൾ സ്വർഗീയ സ്ത്രീയിൽ പെട്ടു എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? സ്വർഗീയ സ്ത്രീകളിൽപ്പെട്ട ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തി. ആ പെണ്ണിന്റെ ഭർത്താവ് ചെറുപ്പത്തിൽ അങ്ങ് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞ വിവാഹം കഴിച്ചു കുറച്ച് കഴിഞ്ഞപ്പോ മരണപ്പെട്ടു പോയി. ആ ഭർത്താവിൽ ചെറിയ മക്കളുണ്ട്. ആ മക്കള് ഞാനൊരു വിവാഹം കഴിച്ച് വേറെ പോയാൽ ഈ മക്കള് പിഴച്ചു പോകാൻ ചാൻസ് ഉണ്ട്, ദീനില്ലാതായി പോകും, ഖുർആൻ പഠിക്കാത്ത മക്കളാകും, മോശപ്പെട്ട മക്കളാകും എന്ന് വിചാരിച്ചിട്ട് ആ മക്കളുടെ സംരക്ഷണം ഓർത്തുകൊണ്ട് നിലകൊള്ളുന്നതാകുന്ന സഹോദരി ഭാര്യ, അവൾ സ്വർഗത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി. മക്കളുടെ സംരക്ഷണം ഓർത്തുകൊണ്ടായിരിക്കണം, അല്ലാതെ കാമനുമായിട്ട് ഫോൺ വിളിക്കാൻ റാഹയായി ഇപ്പൊ സുഖമാണല്ലോ മക്കളുടെ സംരക്ഷണം എന്ന് പറഞ്ഞിരിക്കുകയും ചെയ്യാം. വൈകിട്ടാകുമ്പോൾ വാട്സാപ്പ് ഫേസ്ബുക്ക് അതല്ല, ആ പരിപാടിയുണ്ട്, അതല്ല ഈ പറയുന്നത്. മാത്രമല്ല വിവാഹം കഴിക്കുന്നത്, വിവാഹം കഴിഞ്ഞിട്ട് ഭർത്താവ് മരണപ്പെട്ടു പോയ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ ഇദ്ദയിരിക്കണം, അഥവാ 4 മാസം 10 ദിവസം ഇദ്ദയിരിക്കണം. ആ ഇദ്ദയുടെ കാലഘട്ടം കഴിഞ്ഞിട്ടേ മറ്റൊരു വിവാഹം തന്നെ പറ്റുകയുള്ളൂ. വിവാഹം കഴിക്കുന്നതിനെതിരല്ല പറഞ്ഞത്, മറിച്ച് അവൾ ചിന്തിക്കാൻ, ഇത് ഞാൻ വിവാഹം കഴിക്കുന്നില്ല, കാരണം എന്താ, എന്റെ മക്കളുടെ വിദ്യാഭ്യാസം അവരുടെ ദീനി പുരോഗതിയൊക്കെ നോക്കിയിട്ട് വിവാഹം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു പെണ്ണ് നിന്നാൽ അവൾക്ക് സ്വർഗം. അങ്ങനെ നിൽക്കണമെന്ന് ഇസ്ലാം ശാഠ്യം പിടിക്കുകയല്ല, അത് മനസ്സിലായിക്കോട്ടെ. ഇസ്ലാം അങ്ങനെ നിർബന്ധമായ മസല പറയല്ല, ഫത്വ പറയല്ല, മറിച്ച് എന്താണ്, അങ്ങനെ ഒരു പെണ്ണ് നിലകൊള്ളുക, എന്റെ മക്കളുടെ കാര്യം എനിക്ക് നോക്കണം എന്ന് പറഞ്ഞ് നിലകൊണ്ടാൽ അവൾക്ക് സ്വർഗം സയ്യിദുനാ റസൂലുള്ളാഹി. ഇവിടെ സാന്ദര്യമായി ഉണർത്തുന്ന മറ്റൊരു മസല, പല ആളുകളും സ്വന്തം പെങ്ങൾ മരിക്കുമ്പോ, ഇല്ലെങ്കിൽ സ്വന്തം അളിയൻ മരണപ്പെട്ടു പോയി, സ്വന്തം പെങ്ങളുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി, മരിച്ച് പിറ്റേ ദിവസം തന്നെ കല്യാണ ആലോചന തുടങ്ങും. പാടില്ല. കല്യാണ ആലോചന ഖിത്ബത്ത് തന്നെ ശാഫി മദ്ഹബിൽ പ്രബല അഭിപ്രായം 4 മാസവും 10 ദിവസവും അഥവാ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞിട്ടേ കല്യാണ ആലോചന തന്നെ നടത്താൻ പറ്റുകയുള്ളൂ. പിന്നെയാണ് കല്യാണം. ആലോചന തന്നെ അതിന് ശേഷമേ പാടുള്ളൂ. പല ആളുകൾ നേരത്തെ തന്നെ കല്യാണം ആലോചിച്ച് നോക്കും, ഇത് കഴിഞ്ഞ ഉടനെ പിറ്റേ ദിവസം നിക്കാഹും വെക്കാൻ പാടില്ല. അത് ശറഇന് കടകവിരുദ്ധമാണ്, വളരെ ശ്രദ്ധിക്കണം. ഏതായിരുന്നാലും അങ്ങനെ സ്വന്തം മക്കളുടേതാകുന്ന സംരക്ഷണം ഓർത്ത് നിലകൊള്ളുന്ന സ്ത്രീകൾ ആരുണ്ടോ അവർക്ക് സ്വർഗം സയ്യിദുനാ റസൂലുള്ളാഹി. ചുരുക്കത്തിൽ ദുനിയാവിനോട് നീ അധികം പ്രേമം വേണ്ട, അതിന്റെ പിറകെ നീ പോകേണ്ടതില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽമാൽ. എല്ലാ സമുദായത്തിനും നാശമുണ്ട്, ഓരോ സമുദായവും നശിക്കാനുള്ള ഓരോ കാരണമുണ്ട്. എന്റെ സമുദായം നശിക്കാനുള്ള കാരണം അത് സന്മത്ത് അധികരിക്കാനാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ആദം നബി അലൈഹിസ്സലാം മുതൽ ഓരോ സമുദായക്കാരും നശിക്കാനുള്ള കാരണം ഓരോന്നാണ്. എന്റെ സമുദായം നശിക്കാനുള്ള കാരണം വഫിത്നതു ഉമ്മതി അൽമാൽ. എന്റെ സമുദായം നശിക്കാനുള്ള കാരണം അത് സമ്പത്താണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സമ്പത്ത് കൂട്ടിപ്പിടിച്ച് വെക്കുന്ന പണക്കാരായ സഹോദരങ്ങൾ മനസ്സിലാക്കി നാളെ മഹ്ശറിൽ കടക്കാൻ പാവപ്പെട്ടവരെ കടന്ന് 500 കൊല്ലം കഴിഞ്ഞിട്ട് കടക്കാൻ പറ്റും. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കുറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. കോമഡി തമാശ മറ്റു വിഷയങ്ങളില്ലാത്തത് കൊണ്ട് ഉള്ളത് ഉപയോഗപ്പെടും. അതുകൊണ്ട് നല്ലതുപോലെ ശ്രദ്ധിക്കും. ഞാൻ ഒന്നുകൂടി ഓർമ്മ പുതുക്കുന്നു. ആദ്യം പറഞ്ഞ 4 കാര്യം ആയിഷ ബീവിയോട് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യം എല്ലാ സഹോദരങ്ങളും അത് ശ്രദ്ധിക്കണം, ജീവിതത്തിൽ അമൽ ചെയ്യണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിച്ചു തരട്ടെ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാല വിപത്തുകളെ തൊട്ട് അല്ലാഹു നമ്മേവരെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഖൈറും ബറക്കത്തും നിഅമത്തും അല്ലാഹു നമുക്ക് ഏവർക്കും വിശാലമാക്കുമാറാവട്ടെ.
പ്രിയമുള്ള സഹോദരങ്ങളെ, അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹ് ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, അല്ലയോ അബ്ദുല്ലാഹ്, يقرأ قل هو الله أحد والمعوذتين حين تصبح وحين تمسي 3 مرات تكفيك من كل شيء. എല്ലാ ദിവസവും പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും 3 പ്രാവശ്യം വെച്ച് നീ ഓതണേ. തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വിപത്തുകളിൽ നിന്നും നിനക്കത് കാവലാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എപ്പോഴാ ഓതേണ്ടത്? ഹീന തുസ്ബിഹു വഹീന തുംസി, എല്ലാ ദിവസവും രാവിലെയും എല്ലാ ദിവസവും വൈകിട്ടും. അപ്പോൾ മഗ്രിബ് കഴിഞ്ഞു സുബഹിക്ക് ശേഷവും 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഡെയിലി പാരായണം ചെയ്താൽ എല്ലാ സിഹർ ബാധകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, കണ്ണേറുകളിൽ നിന്നും, പ്രയാസങ്ങളിൽ ഒക്കെ മാറും. ആരാ പറഞ്ഞത്? സയ്യിദുനാ റസൂലുള്ളാഹി. ഹദീസിൽ കാണാം, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും നാസും ഇറങ്ങുന്നതിന് മുമ്പ് പല ദുആകളും ചെയ്യുമായിരുന്നു. പക്ഷേ ഈ 2 സൂക്തങ്ങൾ അവതരിച്ചതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് 2 കൊണ്ടും അമൽ ചെയ്യുമായിരുന്നു. എന്ന് പറഞ്ഞാൽ നിത്യമായി ജീവിതത്തിൽ ഓതുമായിരുന്നു. നമ്മളും അങ്ങനെ വേണം, നിത്യമായി ജീവിതത്തിൽ ഓതണം, മറന്നു പോകരുത്. എല്ലാ ദിവസവും ഇത് കൊണ്ടുവരണം. എളുപ്പമുള്ള സൂറത്താണ്, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. എല്ലാവരും ഓതണം, സഹോദരിമാരും സഹോദരങ്ങളും ഒക്കെ ഓതണം. ഒരു നിപ്പ വൈറസും പേടിക്കണ്ട, ഒരു വിഷമം ഉണ്ടാവൂല, ഒരു പ്രയാസം ഉണ്ടാവൂല. എല്ലാ ദിവസവും ഓതിയാൽ മതി. 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. നബി തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത രാവിലെയും വൈകിട്ടും ഇത് ഓതണേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദ وحمدا بقدر كمالك وعظمة ذاتك دائما بدوام ملكك يا الله. سبحان المنفس عن كل مديون، سبحان المفرج عن كل محزون، سبحان من أمره بين الكاف والنون، سبحان من إذا أراد شيئا أن يقول له كن فيكون. يا مفرد الهموم، يا مفرد الهموم، فرج همومنا وغمومنا يا الله. يا حي يا قيوم برحمتك نستغيث، يا حي يا قيوم برحمتك نستغيث. سبحان الأبدي الأبد، سبحان الواحد الأحد، سبحان الفرد الصمد، سبحان رافع السماء بغير عمد، سبحان من بسط الأرض على الماء فجمد، سبحان من خلق الخلق وحصاهم عددا، سبحان من قسم الأرزاق ولم ينسى أحدا، سبحان من لم يتخذ صاحبة ولا ولدا، سبحان من لم يلد ولم يولد ولم يكن له كفوا أحد.